ഇന്നത്തെ ഓട്ടം നമുക്ക് അറിയണ്ടേ. എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പങ്കുവയ്ക്കാൻ തയ്യാറാണ്. ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കേരളത്തിലൊരു വിങ്ങായ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരാണ് ഇന്ന് നമ്മൾ ടാക്സി വിളിച്ചത്. അപ്പോൾ ഈ ഒരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് പോലെയല്ല. സാധാരണ നമ്മുടെ ടൗണുകളിൽ ഇങ്ങനെ ടാക്സികൾ നിരനിന്നു പാവങ്ങളാണെന്നുള്ളൊരു കൺസെപ്റ്റ് പണ്ടുണ്ടായിരുന്നു. പക്ഷേ അല്ല, ടാക്സി ഫീൽഡിലേക്ക് ഇഴുകിച്ചേർന്ന് കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ ട്രിപ്പുകൾ 2 ദിവസം നമുക്ക് ഓട്ടം കിട്ടിയെങ്കിൽ 3-ാമത്തെ ദിവസം ചിലപ്പോൾ ഡേ ഓടും നൈറ്റ് ഓടും. എപ്പോഴാണ് കാശ് നമ്മുടെ പോക്കറ്റിൽ വൻതോതിൽ വന്നുകൊണ്ടിരിക്കും. അത് രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ആളുകളായിട്ട് വലിയ സമ്പർക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷൊർണൂർ നേരം ഒരു തിരുവനന്തപുരമാണ് ഓട്ടം കിട്ടി കഴിച്ചു കഴിഞ്ഞാൽ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു കസ്റ്റമർ കയറി കഴിഞ്ഞാൽ 2-3 കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ എന്താ പറയുക, സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത ആളുകളായിരിക്കും. ചിലർ വായ തുറന്നു കഴിഞ്ഞാൽ പിന്നെ തിരുവനന്തപുരം എത്തണത് അറിയില്ല, അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഏറ്റവും കൂടുതൽ പിന്നെ ടാക്സി ഫീൽഡിൽ സംസാരം ഒരു 80% സംസാരിക്കുന്നത് പൊളിറ്റിക്കൽ സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമാണ്. പിന്നെ നമ്മളുടെ നമ്പർ മേടിക്കും, പിന്നെ അവർ ഓട്ടം തരും. അങ്ങനെയുള്ള ഒരു സൈക്കോളജിക്കൽ നമ്മൾ മനുഷ്യരെ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് ശരിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാലേ ഈ ഫീൽഡിലേക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.